സ്ഥാപനം കർണാടകയിലുണ്ടോ? ഈ സ്ഥാപനം തമിഴ്നാട്ടിലുണ്ടോ? ഈ സ്ഥാപനം ഉത്തർപ്രദേശിലുണ്ടോ? ഇല്ല. ഉത്തർപ്രദേശിൽ നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനം നടത്തുന്നത് പ്രൈവറ്റ് കമ്പനികളാണ്. ഈ ചോദ്യം നമ്മൾ പലരും ചോദിക്കണം. നിങ്ങളിൽ ഇവിടെ 6 വർഷത്തിനകത്ത് ജോലി കിട്ടി എത്ര ഉണ്ടാവും? കേരളത്തിലാകെ 2,55,000 പേർ വരെ ഈ മാസം കഴിയുമ്പോൾ 2,60,000 പേരാവും. കഴിഞ്ഞ ഈ 8 കൊല്ലത്തിനകത്ത് ജോലിയിൽ പ്രവേശിച്ചവരുടെ എണ്ണം എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയി കഴിഞ്ഞതിന് ശേഷം സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയത് മുതലുള്ള കണക്കെടുത്താൽ കേരളത്തിൽ 2,60,000 പേർക്ക് ജോലി കിട്ടി. നമ്മളിൽ പലർക്കും അല്ലെങ്കിൽ നിങ്ങളുടെയും മെനഞ്ഞാന്നും ഈ സമ്മേളനം വാങ്ങി ഒരു നോട്ടീസ് കൊടുത്തവരും പകുതി പേരും ഈ 8 കൊല്ലത്തിലാണ് ജോലി കിട്ടുകയാണ്. ഈ അവസ്ഥ കേരളത്തിലല്ലാതെ മറ്റെവിടെയും ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇല്ല. ഈ അടുത്ത കാലത്ത് നമുക്കൊരു കണക്ക് കിട്ടി. ഉത്തർപ്രദേശിൽ 21.5 ലക്ഷം ജീവനക്കാർ. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ സെക്കൻഡ് ജോയിൻ കൗൺസിലാണ്. നിങ്ങൾ ആദ്യത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് കോർപ്പറേഷന്റെ സമ്മേളനങ്ങൾക്ക് വരുമ്പോൾ ഉത്തർപ്രദേശിലെ നമ്മുടെ സെക്കൻഡ് ജോയിൻ കൗൺസിൽ എന്നുള്ള ഹിന്ദി പേരാണ്. നമ്മുടെ സംഘടന അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നമ്മുടെ സംസ്ഥാന അഖിലേന്ത്യാ പ്രസിഡന്റ്. ആദ്യത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് കോർപ്പറേഷന്റെ കൃതാർ സിംഗ് ആണ് നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. അവിടുത്തെ ഏറ്റവും വലിയ സംഘടന ഞങ്ങളുടെ സംഘടനയാണ്. അപ്പൊ നമ്മുടെ സമ്മേളനത്തിൽ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ പ്രശ്നമുണ്ട്. ഞാനിപ്പോ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് 10 പ്രാവശ്യം ജയ് വിളിക്കും. അപ്പൊ ആൾക്കാരെ കൂട്ടത്തോടെ ഹിന്ദിയിൽ പോകുമ്പോൾ പോകുന്നത് അറിയാം. അപ്പോൾ ഇതിന് ആരോഗ്യത്തോട് വിളിക്കും. കേൾക്കാൻ ഭയങ്കര രസമാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് ഇതിന്റെ കണക്കെടുത്ത് പരിശോധിച്ചു. 21 ലക്ഷം ജീവനക്കാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, അതിൽ നമ്മളെ പോലെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്ന, പെൻഷൻ വാങ്ങുന്ന, DA വാങ്ങുന്ന, അല്ലെങ്കിൽ സ്ഥിരമായി 1-ാം തീയതി ബാങ്കിൽ ശമ്പളം വരുന്നവരുടെ എണ്ണം 3 ലക്ഷം. ബാക്കി 18 ലക്ഷവും കരാറാണ്. 18 ലക്ഷവും കരാർ എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ബോധ്യപ്പെടണം. ആ കരാറിൽ തന്നെ 2 ലക്ഷത്തിൽ പേർ വിരമിച്ചവരാണ്. വിരമിച്ചവരെ ചുറ്റുമായി ഇപ്പോൾ തഹസിൽദാർ വിരമിച്ചു. തഹസിൽദാർ പറയും നിങ്ങൾ ഒരു കൊല്ലം കൂടി ജോലി ചെയ്തോ, ആ ഒരു കൺസൾട്ടന്റ് പേ തരാം. വിരമിച്ചവരാണ്. ബാക്കി 5 ലക്ഷത്തിൽ പേർ വരെ അവിടുത്തെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ഉണ്ട്. എംപ്ലോയ്മെന്റ് ഏജൻസി പോലെ ഒരു നിറമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിക്രൂട്ടിംഗ് ഏജൻസി എന്ന് പറയാൻ നിറമില്ല. ഇവിടെ കൃഷ്ണേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ കൃഷ്ണേട്ടൻ അവിടെ ഭരിക്കുന്ന യോഗിയായിരുന്ന പാർട്ടിയുടെ നേതാവാണെങ്കിൽ കൃഷ്ണേട്ടൻ ഒന്ന് കാണും. അന്ന് കാണുമ്പോൾ കൃഷ്ണേട്ടൻ ജാതി നോക്കും, മതം നോക്കും, നാട്ടുകാരെ നോക്കും, എല്ലാം നോക്കി കൃഷ്ണേട്ടനെ കുറച്ചൊക്കെ നിയമിക്കും. ആ നിയമിക്കുന്നവരാണ് സർക്കാർ ജീവനക്കാർ. അതാണ് 5 ലക്ഷത്തിൽ പേർ. മനസ്സിലായിക്കൊള്ളണം. യോഗി ആദ്യത്തെ ഭരിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് അറിയാം. അയാളുടെ രാഷ്ട്രീയം ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. അപ്പൊ അവിടെ സർവീസിൽ പ്രവേശിക്കുന്നവർ ആരെന്ന് അറിയാം. അവർക്ക് ദളിതർക്ക് ജോലി കിട്ടുമോ? മുസ്ലിംസിന് ജോലി കിട്ടുമോ? ക്രിസ്ത്യൻസിന് ജോലി കിട്ടുമോ? കിട്ടില്ല. അവിടെ കിട്ടുന്നത് ചിലപ്പോൾ ഞാൻ പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആരെങ്കിലും വീട്ടുകാരോ സ്വന്തക്കാരോ പാർട്ടിക്കാരോ ആൾക്കാർക്ക് ചിലപ്പോൾ ജോലി കൊടുക്കും. അങ്ങനെയാണ് 5 ലക്ഷം പേര്. ഈ 5 ലക്ഷം പേരെ സ്ഥിരപ്പെടുത്തും. എങ്ങനെയാണ് സ്ഥിരപ്പെടുത്തുന്നത് അറിയാമോ? അവർക്ക് പ്രത്യേകിച്ച് പരീക്ഷയുണ്ട്. പരീക്ഷ മറ്റൊന്നുമല്ല, ദേശസ്നേഹം. അതിന്റെ വാക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വാക്ക് ഉത്തർപ്രദേശിന്റെ ആ നിയമനവുമായി ബന്ധപ്പെട്ട വാക്ക് കൃത്യമായി സ്റ്റാറ്റ്യൂട്ടിലേക്ക് വെച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ദേശരക്ഷയുമായി ബന്ധപ്പെട്ട, ദേശസ്നേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നവർക്കാണ് 50% മാർക്ക് എന്ന് പറയാൻ. മറ്റൊന്നുമില്ല, പശുവിന് അകലിലേക്ക് ഉണ്ടാകുന്നത് എങ്ങനെ? മറ്റൊന്നുമല്ല, പശുവിന് അകലിലേക്ക് ഉണ്ടാകുന്നത് എങ്ങനെ? പശു ഗോമാതാവായത് എങ്ങനെ? അല്ലെങ്കിൽ പശുവിന്റെ കൊമ്പിൽ കിട്ടുന്ന രശ്മിയുടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും എന്തൊക്കെയായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഗണപതിക്ക് എങ്ങനെയാണ് നീണ്ട മൂക്കുണ്ടായത് എങ്ങനെ എന്നുള്ള അത്തരം ഒരിക്കലും യുക്തിക്കോ ശാസ്ത്രത്തിനോ നിരക്കാത്ത കേവലം മൗലികവും മതമൗലികവും അല്ലെങ്കിൽ വ്യക്തികളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കൊടുക്കുന്നവർക്കാണ് അടുത്ത 5 വർഷത്തേക്ക്, ആ 5 വർഷം കഴിഞ്ഞാൽ നിയമനം സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് ഉത്തർപ്രദേശിന്റെ ഒരു കഥ. അപ്പൊ ഇത് ഞാൻ ഒരു സംസ്ഥാനത്തെ മാത്രം പറയുന്നില്ല, ഭൂരിഭാഗം സംസ്ഥാനങ്ങൾ. ഞാൻ മുമ്പ് വരെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മഹാരാഷ്ട്രയിലെ ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് വഴി വന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ പത്രക്കുറിപ്പ് പുറത്തു വന്നപ്പോൾ കണ്ട കണക്ക് വലിയ ആഹ്ലാദത്തോടെ വാർത്ത. ഞാൻ ആ വാർത്ത സ്റ്റാറ്റസ് ആക്കുന്ന സ്വഭാവമുണ്ട്, സ്റ്റാറ്റസ് ആക്കില്ല. കാര്യം മറ്റൊന്നുമല്ല, അതിനകത്തുണ്ടായിരുന്നത് 2005 ശേഷം സർവീസിൽ പ്രവേശിച്ച എത്ര കാര്യം ഊഹിക്കാൻ പറ്റുമോ? 26,000 പേർക്ക്. അനുഭവം 2005 ശേഷം സർവീസിൽ പ്രവേശിച്ച മഹാരാഷ്ട്രയാണ്. കേരളത്തിലേക്കാളും 4-5 ഇരട്ടി
ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. സർക്കാർ, കേരളത്തിലെ സർക്കാർ ജീവനക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് DA ചോദിക്കാതിരിക്കില്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കില്ല. ഇവിടെ സർക്കാർ സർവീസ് സ്ഥിരമായി നിലനിർത്താനും സംവിധാനം, ആ സംവിധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് നമ്മൾ DA ചോദിക്കാൻ അതിന് കാരണമുണ്ട്. ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായി നിർവഹിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ സംവിധാനം ഇവിടെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. ഒരു ഉദാഹരണം അവസാനിപ്പിക്കും. മധ്യപ്രദേശിലെ കഴിഞ്ഞ ദിവസങ്ങളില്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു ഏജൻസി അവിടുത്തെ മാനവികതയുടെ ഇൻഡെക്സ് പുറത്തുവിട്ടു. ഇൻഡെക്സ് പുറത്തുവിടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എല്ലാവർക്കും അറിയാം. ശൈശവ വിഭാഗം 1, പിന്നെ ശിശുമരണം 2, പിന്നെ ഉള്ളത് ഈ പൊക്കത്തിന് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഉയരത്തിന്റെ അവസ്ഥ, ഡോർഫിനസ് എന്ന് പറയുന്ന അവസ്ഥ. ഈ 4-5 ക്രൈറ്റീരിയ ആണ് ഈ ഇൻഡെക്സ് അവരുടെ നമ്മുടെ സാമ്പത്തിക വിവരവുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന കണക്കിലാണ്. മധ്യപ്രദേശിൽ നമ്മുടെ ഇവിടുത്തെ ശിശുമരണ നിരക്ക് എന്താ അറിയാമോ നിങ്ങൾക്ക്? കേരളത്തിലെ ശിശുമരണ നിരക്ക് 1007. 7 എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി മരിച്ചാൽ തന്നെ വലിയ വാർത്തയാവും. അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി ചികിത്സയ്ക്ക് പോകാത്തതുകൊണ്ട്, ഒരു മതപരിക ഭാഗത്തിന്റെ ഭാഗമായി ചികിത്സയ്ക്ക് പോകാത്തതുകൊണ്ട് കുട്ടി മരിച്ചു. വലിയ വാർത്തയായിരുന്നു. കുട്ടിയുടെ അച്ഛൻ അറസ്റ്റ് ചെയ്തു. 7 പേരാണ് നമ്മളിവിടെ 1007 പേർ മരിക്കും. അതിന് ഒരു വയസ്സിനകത്ത് മരിക്കുന്നവരാണ് ശിശുമരണ നിരക്ക് കൂടുന്നവർ. ഒരു വയസ്സിനകത്ത് 7 പേരാണ് കേരളത്തിൽ മരിക്കുന്നത്. മധ്യപ്രദേശിൽ മരിക്കുന്നവരുടെ 43. മധ്യപ്രദേശിൽ ബാലവേല 18 വയസ്സിന് അകത്ത് കല്യാണം കഴിക്കുന്നവരുടെ എണ്ണവും ഏകദേശം 40-42 എണ്ണം വരും. ഏറ്റവും ദയനീയമായ സ്ഥിതി പോഷകാഹാരക്കുറവുകൊണ്ട് ഡോർഫിനസ് ആവുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ കുട്ടികൾ പ്രസവിച്ച് വീഴുമ്പോൾ, പ്രസവിച്ച് 1-2 വയസ്സ് കഴിയുമ്പോൾ ഒരു ഉയരമുണ്ട്. എത്ര ഉയരം കുട്ടികൾക്ക് വേണം? ആ ഉയരം ഇല്ലാതായി പോയി ഡോർഫിനസ് ആവുന്നവരുടെ എണ്ണവും അവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മധ്യപ്രദേശ്. ഇപ്പോട്ടെ ഉത്തർപ്രദേശിനായിരിക്കാം, മധ്യപ്രദേശിനായിരിക്കാം, ബീഹാറിനായിരിക്കാം, അതല്ല എന്റെ പ്രശ്നമാണ്. മധ്യപ്രദേശിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ സിവിൽ സർവീസ് കഴിഞ്ഞ എത്രയോ വർഷമായി ഒരു നിയമനമില്ലാതെ, ആരോഗ്യ മേഖലയിൽ ആശുപത്രിയില്ലാതെ, എല്ലാവരും ഏറ്റവും ഒരു അടിത്തട്ടിലേക്ക് പോയ ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ്. പക്ഷേ ആ മധ്യപ്രദേശ് മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അപ്പൊ സാമ്പത്തിക പ്രതിസന്ധിയുടെ കണക്ക് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവുമായി താരതമ്യം ചെയ്താൽ ഏതാണ് ശരി? ഞാൻ സ്ഥിരമായി നമ്മുടെ ഭരണകൂടത്തിലും നമ്മുടെ പാർട്ടി നേതാക്കന്മാരോട് ചോദിക്കുന്ന ഒരേ ഒരു ഉദാഹരണം മധ്യപ്രദേശാണ്. മധ്യപ്രദേശിൽ അവിടെ സർക്കാർ ജീവനക്കാരുടെ എണ്ണം കുറവാണ്, പക്ഷെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു കുറവില്ല. മാത്രമല്ല, മറ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമായി മധ്യപ്രദേശ് മാറി. ഇതെല്ലാം കൂടി പഠനത്തിലാക്കേണ്ടതില്ലേ എന്ന് നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത്, കേരളത്തിൽ സിവിൽ സർവീസ് സംരക്ഷിക്കണമെന്ന് LDF ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടേതായ ബദൽ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തെ ലോകത്ത് തന്നെ ഒന്നാമത്തെ ഭരണഘടനത്തിൽ ഒന്നാമത്തതും, മാനവികതയിൽ ഒന്നാമത്തതും, സാമൂഹ്യ സുരക്ഷ ഇൻഡെക്സിൽ ഒന്നാമതും എത്തിക്കാനുള്ള ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ഇടപെടലുകളാണ്. ആ ഇടപെടലുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു സർവീസ്, മാന്യമായ ഒരു സിവിൽ സർവീസ് ഇവിടെ കാത്തുരക്ഷിക്കേണ്ടതുണ്ട്. ആ ഐഡിയയിലാണ്, ശമ്പളം കിട്ടാൻ വേണ്ടി മാത്രമല്ല ജോയിന്റ് കൗൺസിൽ പ്രവർത്തകർ ഈ ഐഡിയ മുന്നോട്ട്. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പഠനത്തിനപ്പുറത്തേക്ക് ഇതൊരു സാമൂഹ്യമായ ഒരു പ്രതിബദ്ധതയാണ്. ഈ സിവിൽ സർവീസ് ഇതുപോലെ നിലനിർത്തി കൊണ്ടുപോവുക ഭരണകൂടത്തിന്റെ ഒരു കടമയാണ് എന്നുള്ള പ്രകടനമാണ് ജോയിന്റ് കൗൺസിൽ ഈ അവസരത്തിൽ എടുക്കുന്നത്. ധാരാളം വിഷയമുണ്ട്. ആരോഗ്യരംഗത്തുണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് അടുത്ത ദിവസം ട്രഷറിയിലെ ഉദ്യോഗസ്ഥർ ഇന്ത്യയുടെ പ്രവർത്തകനാണ്. എൻ്റെ കൂടെ കോളേജിലൊക്കെ പഠിച്ച കക്ഷിയാണ്. ഒരു യാത്ര ലഡാക്കിലേക്ക് മറ്റ് വാഹനത്തിൽ അവർ ഉദ്യോഗസ്ഥരുമായി പോയി. മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ബോർഡർ ജില്ലയിൽ വെച്ച് രാവിലെ ശ്വാസശ്രമം ഒരു ക്ലിനിക്ക് കണ്ട ഒരു ഹോസ്പിറ്റലിന്റെ ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ കെമിസ്റ്റ് എന്നൊക്കെ ഇരിക്കുന്നത്, വേറെ പേരൊന്നും കാണില്ല. ഒരു ക്ലിനിക്കിൽ കൊണ്ടുകയറി. അപ്പോൾ അവർ പെട്ടെന്ന് ഞാൻ പറഞ്ഞു അടിയന്തരമായി അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. അവിടെ അറ്റാക്ക് ലക്ഷണമെന്ന് മനസ്സിലായി. ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോഴേ 48 കിലോമീറ്റർ വേണം ഒരു സർക്കാർ ആശുപത്രി. 48 കിലോമീറ്റർ. അവർ ഉടനെ തന്നെ കിട്ടിയ ആംബുലൻസിന്റെ രൂപം തന്നെ അവർ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതുവരെ എടുക്കാത്തൊരു ആംബുലൻസാണ്. ഞാൻ ആശുപത്രിയിൽ പോയാൽ മരിക്കുന്നതെന്ന് പറയും. ആംബുലൻസ് കയറി ആശുപത്രിയിലെത്തി ബെഡിലെടുത്ത് കിടത്തി വളർന്നു മരിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഒരു അരമണിക്കൂർ മുമ്പ് എത്തിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 5 കിലോമീറ്റർ ആയിരുന്നെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു. ഒരു ആരോഗ്യ
പ്രശ്നമാണ്. അപ്പൊ ആ നിലയിൽ കേരളം എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ ആലോചിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആശുപത്രി സംവിധാനങ്ങളും ഈ മറ്റുള്ളതുകൊണ്ട് ഈ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് നന്നായി ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെ പലപ്പോഴും ചോദിക്കും. പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ നേരെ ആവശ്യം ഒരു മാമനുണ്ട് സ്ഥിരമായി ജോലി, മാമൻ ഗൾഫിൽ നിന്ന് കുറച്ച് അത്യാവശ്യ സമ്പത്തൊക്കെ ഉണ്ടാക്കി സ്വന്തം ബിസിനസ് ഒക്കെ ചെയ്ത് അത്യാവശ്യം ടാക്സ് ഒക്കെ പഠിച്ച് അതുകൊണ്ട് കണക്കുണ്ട് ടാക്സ് ഒക്കെ പഠിച്ച് മാന്യമായി ജീവിക്കുന്ന ആളാണ്. അപ്പൊ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും നിങ്ങൾക്ക് നല്ല ശമ്പളം ഇല്ലേ, ഞാൻ എന്ത് കഷ്ടപ്പെട്ട് രാവിലെ മുതൽ ഇതൊക്കെ നടത്തി ഓടി നടത്തി പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് നല്ല ശമ്പളം ഇല്ലേ. അപ്പൊ എനിക്ക് മാമനടുത്ത് നിന്ന് മാമ ഇന്ന് സർക്കാർ ആശുപത്രിയിൽ പോയി തന്നെ ഇഞ്ചക്ഷൻ എടുത്തത്, മാമ ഇന്ന് മരുന്ന് വാങ്ങാൻ മോളെ കൊണ്ട് പ്രാഥമിക ആശുപത്രിയിൽ പോയോ എന്ന് ചോദിക്കുന്നത് ഞാൻ ചോദിക്കണമെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം വിഷയങ്ങൾ കൂടി സാമൂഹ്യ പരിസ്ഥിതിയിലും സാമൂഹ്യ മണ്ഡലത്തിൽ അവതരിപ്പിക്കാൻ കൂടി കഴിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രാവിലെ എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ നമ്മുടെ എസ് ആർ പ്രമോദ് പറഞ്ഞു ഈ ക്യാമ്പയിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൺഫ്യൂഷൻ ഈ എന്ത് പറഞ്ഞു അശ്വയുടെ പെൻഷൻ ഞാൻ പറഞ്ഞു നമ്മുടെ കഴിഞ്ഞ ജൂലൈ ക്യാമ്പയിനകത്ത് അശ്വയുടെ പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുക എന്നൊരു വാക്കുണ്ട്. നമ്മുടെ സഹകരണത്തിന് വലിയ കൺഫ്യൂഷനായിരുന്നു. സഹാബ് ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പിൻവാങ്ങിയോ, ആ ഡിമാൻഡ് ഉപേക്ഷിച്ചോ എന്ന് പ്രമോദ് മാത്രമല്ല സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും പലരും എന്നോട് ഈ ചോദ്യം ചോദിച്ചു. എന്തിനാണ് സഹാബ് നിങ്ങളുടെ നോട്ടീസിൽ അശ്വയുടെ പദ്ധതി പ്രഖ്യാപിക്കാറുള്ളത്, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള വാക്ക് ഉപേക്ഷിച്ചോ? നമ്മൾ എന്തിനാണ് പോരാടുന്നത് ഇത്രയും കാലം? 2002 മുതൽ ഞാൻ അതിന്റെ കണക്കിനെ കുറിച്ച് പറഞ്ഞത് ബില്ലിൽ സംഘടന റിപ്പോർട്ടാന്ന് പറയും. 2002 മുതൽ ഈ അവസാന നിമിഷം വരെ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് വരെ നമ്മൾ ഉന്നയിക്കുന്ന ഒരേ ഒരു മുദ്രാവാക്യം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നും കൂടി ചിലപ്പോൾ പറയും അതായിരിക്കും സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് തുല്യമായ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക, ഉറപ്പാക്കുക എന്നുള്ളതാണ്. രണ്ട് ചിലപ്പോൾ നല്ല സംശയം തോന്നും, രണ്ടിന് ചെറിയ അർത്ഥവ്യത്യാസമില്ലേ സഖാവേ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അർത്ഥവ്യത്യാസമുണ്ട്. അത് മറ്റു ചില സാമ്പത്തിക വിഷയങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മൾ ഇന്ന് വരെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്ന് പറയുന്ന ഡിമാൻഡിന് പിന്മാറിയിട്ടില്ല. ആ പിന്മാറിയാൽ മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ ബഡ്ജറ്റിനകത്ത് സഖാവ് കെ ബാലഗോപാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി കേരളത്തിൽ പിൻവലിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി കേരളത്തിൽ പിൻവലിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ വീണ്ടും നാളത്തെ സമയത്തിനകത്ത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക പറഞ്ഞാൽ ആരാണ് വെച്ചത്? മറ്റൊന്നും കൊണ്ടല്ല, ബാക്കി ഇവരുടെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക വീണ്ടും ഡിമാൻഡ് കൊണ്ടുവരേണ്ടതുണ്ട്. അത് കൊണ്ടുവരേണ്ട കാരണം ജോയിന്റ് കൗൺസിലാണ്. ജോയിന്റ് കൗൺസിൽ മാത്രമാണ് ആ പ്രശ്നത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാട്ടത്തിൽ 2002 2012 2012 മുതൽ 2016 വരെ നമ്മളോടൊപ്പം പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലും ഉണ്ടായിരുന്ന യൂണിയൻ പ്രവർത്തകർ, എക്സിക്യൂട്ടീവ് പ്രവർത്തകർ ഇനി സമരം ചെയ്യേണ്ടത് തിരുവനന്തപുരത്തല്ല ഡൽഹിയിലേക്കാണ് എന്ന് പറഞ്ഞ് ട്രെയിൻ കയറി ഡൽഹിയിലേക്ക് പോയപ്പോഴും നമ്മളിവിടെ ഉറച്ചു നിന്നുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ ആ സമരം എടുത്ത് മുന്നോട്ട് പോയി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്ന സഖാവ് കാനം കാണുന്നതിലോ മാർച്ചിൽ നിങ്ങളെല്ലാം ഇവിടെ നിന്ന് 10-600 കിലോമീറ്റർ വാഹനത്തിലൂടെ എത്തിയതല്ലേ? എത്ര പേര് പങ്കെടുത്തു? 25,000 നമ്മൾ പ്രഖ്യാപിച്ചപ്പോൾ 42,000 പേർ വന്നില്ലേ? കണ്ടില്ലേ എത്ര മഹാറാലി? കേരളം കണ്ട സിവിൽ സർവീസ് കണ്ട ഏറ്റവും വലിയ മഹാറാലി എന്ന് പ്രഖ്യാപിച്ചില്ലേ? ആ റാലിയിലല്ലേ സഖാവ് കാനം പ്രഖ്യാപിച്ചത് ഇനി എവരെ ഇവിടെ വരരുത്. ഞങ്ങളെന്ന് പറഞ്ഞു ഇത് ഞങ്ങളുടെയും കൂടി ഗവൺമെന്റാണ്. ഞങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. ഞങ്ങളുടെ മുദ്രാവാക്യം അതാണ്, ഇത് ഞങ്ങളുടെയും കൂടി ഗവൺമെന്റാണ്, ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ ഗവൺമെന്റ്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് വാക്ക് പാലിക്കണം. ഇടതുപക്ഷ നയത്തിൽ വ്യത്യാസം വരുത്തരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റിന്റെയും രണ്ട് പാർട്ടി കോൺഗ്രസുകളും കൃത്യമായി ഇടതുപക്ഷത്തിന്റെ നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണം. ആ നയമാണ്, ആ നയം നടപ്പിലാക്കാൻ ഞങ്ങളതേ ആവശ്യപ്പെട്ടുള്ളൂ. ആ ആവശ്യത്തിന് ഊന്നൽ കൊടുക്കുന്നതിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും മഹാനായ ഏറ്റവും ഉന്നതനായ സഖാവ് കാനം രാജേന്ദ്രൻ ആ യോഗത്തിൽ വന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് ഇനി അവരെ ഇവിടെ വരുത്തരുതെന്നോ. എന്നിട്ട് ഒരു കൊല്ലം നമ്മൾ കാത്തിരുന്നു. ഗവൺമെന്റ് അണങ്ങിയില്ല. ഗവൺമെന്റ് പല കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, വാക്ക് നിർത്തേയില്ല. എന്നാൽ പല രീതിയിൽ പല മൗനം പോലും അവലംബിച്ചു. ഞങ്ങൾ വെറുതെ ഇരുന്നില്ല. ഞങ്ങൾ പറഞ്ഞു നമ്മൾ ആവശ്യപ്പെട്ടതാണ് പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധനാ സമിതി. സഖാവ് സി ദിവാകരനും സഖാവ് മുല്ലക്കരനായനും നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ കുഞ്ഞാണ് പുനഃപരിശോധനാ സമിതി ആ റിപ്പോർട്ട് പുറത്തിറക്കണം. തന്നില്ല. നമ്മൾ അവിടെയും പ്രതികരിച്ചില്ല. വിവരാവകാശ കമ്മീഷനിൽ പോയി. അപ്പോൾ ഒരു ഭാഗ്യം ഉണ്ടായി. എന്നോട് പറയാം, എച്ച് രാജീവൻ എന്ന് പറയുന്ന വിവരാവകാശ കമ്മീഷനാണ് നമ്മൾ ഈ കേസ് എടുത്തത്. എച്ച് രാജീവൻ നമ്മുടെ സുഹൃത്തും കൂടി ആയതുകൊണ്ട് രാജീവൻ കൃത്യമായി ഞാൻ പറഞ്ഞു സഖാവേ നിങ്ങൾ നിയമം നോക്കി ഉത്തരവിട്ടാൽ മതി. നിങ്ങൾ നമുക്ക്
ഇനി പഠനം നടത്തിയാൽ അതല്ലാതെ മറ്റൊന്നും അവർക്ക് എഴുതാൻ കഴിയില്ല, അല്ലെങ്കിൽ അത്ര കള്ളന്മാരായിരിക്കണം. അങ്ങനെയല്ലല്ലോ കമ്മീഷൻ. അങ്ങനെയല്ലോ സ്വാഭാവികമായി ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാത്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് മറച്ചു വെക്കാൻ എന്തോ ഉണ്ട്. ഞങ്ങൾ വെറുതെ ഇരുന്നില്ല, ഞങ്ങൾ വിവരാവകാശ കമ്മീഷൻ പോയി, വിവരാവകാശ കമ്മീഷൻ നമുക്ക് തന്നു. അവിടെ കൊണ്ട് തീർന്നില്ല, ഒരു മാസത്തിനകത്ത് സമയം കഴിഞ്ഞു. ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ പോയപ്പോൾ ഞങ്ങൾക്ക് തലേ ദിവസം തന്നെ ഹൈക്കോടതിയിൽ ചെന്ന് ഗവൺമെന്റ് കൊടുത്തു ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി പൊതുരേഖയാണ്. ഹൈക്കോടതി ഗവൺമെന്റ് ഭാഗം അംഗീകരിച്ചു. ജസ്റ്റിസ് മണികുമാറിന്റെ ബെഞ്ച്, രണ്ടാമത് ജസ്റ്റിസ് മണികുമാർ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ അടങ്ങിയിരിച്ചു. വേറെ കാരണങ്ങളുണ്ട്, അങ്ങനത്തെ വേറെ കാരണങ്ങൾ വേറെ കാര്യങ്ങൾ. എന്തായാലും ആ ജസ്റ്റിസ് മണികുമാറിന്റെ ബെഞ്ച് അത് അംഗീകരിച്ചുകൊണ്ട് ഇത് നൽകേണ്ടതിലാണ് നമ്മൾ പറഞ്ഞിരുന്നു. ബാക്കി എല്ലാവരും എന്നോട് തന്നെ നമ്മുടെ സെക്രട്ടറി നമ്മുടെ സുഹൃത്തുക്കൾ ഇനി എന്തെങ്കിലും പുറകെ തൂങ്ങണം, അല്ലെങ്കിൽ മതിയാക്കിയിട്ട് ഇനി റിപ്പോർട്ടൊന്നും പുറത്തു വരില്ലാന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ വിചാരിച്ചു സെക്രട്ടറി വിളിച്ചു, അങ്ങനെയല്ല, നമ്മളിത് പോരാട്ടത്തിൽ ഇറങ്ങിയാൽ ആ പോരാട്ടത്തിന്റെ അവസാനം കണ്ട് അവസാനിപ്പിക്കാവൂ. നമ്മളതാണ് ജോയിന്റ് കൗൺസിലിന്റെ പാരമ്പര്യം. 1969 മുതൽ നമ്മൾ ഉയർത്തിപ്പിടിച്ച നീതിശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനിച്ചു. സുപ്രീം കോടതി എന്താ പറഞ്ഞു, ഈ ജാഥ തിരിക്കാൻ വേണ്ടി ഞാൻ കാറ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 30-ാം തീയതി തിരിച്ചു. ഇവിടെ നേരത്തെ എത്തണമല്ലോ. 30-ാം തീയതി തിരിച്ച് വഴിയിലെത്തിയപ്പോൾ പറഞ്ഞ് 1-ാം തീയതി ഇതിന്റെ വിധി വരും എന്ന് പറഞ്ഞു. കൃത്യമായി 1-ാം തീയതി അതിനെ സംബന്ധിച്ച് വീണ്ടും ചർച്ച സുപ്രീം കോടതിയിൽ ഏറ്റെടുത്തു. ജസ്റ്റിസ് സോക, ഇപ്പോഴും അദ്ദേഹം ഒരു വേറൊരു വിധിയും വളരെ വിപ്ലവകരമായ ഇന്നലെ ജസ്റ്റിസ് സോക പങ്കുപോയി. ജസ്റ്റിസ് സോകയാണ് പ്രഖ്യാപിച്ചത് 3-ാം തീയതി ആ റിപ്പോർട്ട് നമുക്ക് നൽകണമെന്നും അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി 10-ാം തീയതി അത് ഹാജരാവണമെന്നുള്ള വളരെ സുപ്രധാനമായ വിധി. വളരെ സുപ്രധാന വിധി. ഇന്ത്യയുടെ സുപ്രീം കോടതി ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ കഴിഞ്ഞ വർഷത്തിൽ പുറപ്പെടുവിച്ച വിധികളിൽ ഒന്ന് എന്ന് ചോദിച്ചാൽ അത് ജോയിന്റ് കൗൺസിൽ ഇന്ത്യൻ കാനൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു ലോ ജേണൽ. ഇന്ത്യയിലുള്ള എല്ലാ വിവരങ്ങളും ലോ ജേണൽസ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം പഠിച്ചാൽ വിവരാവകാശ നിയമത്തിന്റെ റൈറ്റ് ഇൻഫർമേഷൻ ആക്ടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വിധി ആ നമ്മൾ കൊടുത്ത കേസിലെ വിധിയാണ്. 2-3 ഘട്ടങ്ങളിൽ ആ വിധി വളരെ പ്രധാനമാണ്. ഒന്ന്, വിവരാവകാശ നിയമത്തിന്റെ അന്തസത്തയെ ഈ ഗവൺമെന്റ് ഞങ്ങളുടെ പാർട്ടി നമ്മുടെ പ്രസ്ഥാനം സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പറഞ്ഞു വിവരാവകാശ നിയമത്തെ ദുർബലപ്പെടുത്തരുത്. ആ ദുർബലപ്പെടുത്തുന്നതിനെതിരെയുള്ള വിധിയാണ് ഞങ്ങൾ നമ്മുടെ നേടാൻ കഴിഞ്ഞത്. പിന്നെ അതിലെന്താ പറഞ്ഞത്, കൃത്യമായി പറഞ്ഞില്ലേ, നമ്മൾ ആവശ്യപ്പെട്ടത് പിൻവലിക്കാൻ കഴിയും. ആലോചിച്ച് നോക്കണം, ആ പിൻവലിക്കാൻ കഴിയുന്ന ഉത്തരവ്, ആ ഉത്തരവ് എനിക്ക് മുമ്പാണ് നമ്മൾ ജാഥ തീരുമാനിച്ചത്. ജാഥയിനിടയിൽ ഉത്തരവ് വന്നു. ഉത്തരവെത്തി ഞങ്ങൾ ഈ ജാഥ നടത്തി അവിടെ പോയി 32 ദിവസം, 12 ദിവസം 37 ദിവസത്തിനകത്ത് 32 ദിവസവും നമ്മൾ നടന്നു. സഖാവ് നരേഷ് ഉൾപ്പെടെ ഓർമ്മയുണ്ടല്ലോ എത്ര കിലോമീറ്റർ നടന്നു. നിങ്ങൾ ഇവിടുത്തെ ജാഥ ഓർമ്മയുണ്ടല്ലോ, കാഞ്ഞങ്ങാട് നിന്ന് ചെറുപ്പത്തൂരിലേക്ക് നടന്ന ജാഥ 15 കിലോമീറ്റർ 16 കിലോമീറ്റർ. ആദ്യത്തെ ദിവസമാണ് നമ്മൾ ഈ നല്ല പൊടി ഓർമ്മയുണ്ടാവും, നല്ല പൊടി റോഡിന്റെ പണി. അപ്പം ഒരു നിവർത്തികൾ നടന്നല്ലേ കഴിയൂ. എന്നാലും ആരെങ്കിലും തൊഴിഞ്ഞു പോയോ നോക്ക്. കാഞ്ഞങ്ങാട് എത്ര പേർ നടന്നു? അങ്ങനെ 22,000 പേർ. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചു. ഞാൻ ഈ ജാഥയെ കുറിച്ച് നമ്മുടെ സി കെ ചന്ദ്രപ്പൻ സ്മാരക ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് ജില്ലാ സെക്രട്ടറിക്ക് പുറപ്പാട് ക്യാമ്പ് പങ്കെടുക്കുന്നവരുണ്ടാവും. ജില്ലാ സെക്രട്ടറിക്ക് പുറപ്പാട് ക്യാമ്പ് നടത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കല്യാണ മണ്ഡപം ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ സ്റ്റേജിൽ ഇരുന്നവരും സദസ്സിൽ നോക്കും, കല്യാണ മണ്ഡപം ബുക്ക് ചെയ്യണം ജാഥകൾ. അപ്പം അവർക്ക് ആരും പേടിയില്ല. ഞാൻ പറഞ്ഞു കല്യാണ മണ്ഡപം ബുക്ക് ചെയ്യണം, ഉച്ചയ്ക്ക് കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അവർ എന്തായാലും കളിയാക്കും. ഞാൻ പറഞ്ഞു ജാഥ നടക്കുന്നത് ഈ ചെയർമാൻ ജനറൽ സെക്രട്ടറി നരേഷ് മാത്രമല്ല, ജാഥ നടക്കുന്നത് നമ്മൾ ഒന്നിച്ചാണ്. ജാഥ എന്ന് പറഞ്ഞാൽ സംസ്ഥാന നേതാക്കന്മാർ രാവിലെ നടന്ന് കുടി പിടിച്ച് ഓരോ ജനിക്കുന്ന സ്വീകരണം വാങ്ങുന്നതല്ല. ജാഥയിൽ നമ്മുടെ പ്രവർത്തകർ ഒന്നായി നടക്കും. ഇല്ലെന്നോ എന്ത് അക്ഷരാർത്ഥത്തിൽ സമൂഹം ഒന്നടങ്കം നമ്മുടെ ഇറങ്ങുന്നതിൽ നിങ്ങൾ ആലപ്പുഴയിൽ നാലക്കാട് നിന്ന് ആലപ്പുഴ ടൗണിൽ ജാഥ ഉണ്ടായിരുന്നു. ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആലപ്പുഴ ആലങ്ങാട് എന്ന് പറഞ്ഞാൽ ഒരു തീരദേശ ഗ്രാമത്തിൽ നിന്ന് മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൽ നമ്മൾ ജാഥ ആരംഭിക്കുകയാണ്. കായലിന്റെ കരയിൽ നിന്ന് സഹ പി സുരേഷ്കുമാർ സംസ്ഥാന സെക്രട്ടറി, സഹ ടി ആൻഡ്രൂസ് നേതൃത്വം നൽകിയ ജാഥ അക്ഷരാർത്ഥത്തിൽ ഒരു ചുവപ്പ് കടൽ, ആയിരക്കണക്കിന് ഇതുപോലെ തന്നെ അവിടുത്തെ പൊതുജനപ്രകാരം INTC വഴി നമ്മൾ സ്വീകരിച്ചു. BFS ഒളിച്ചത് നോക്കി എവിടെ കൊണ്ടാണ് പോകുന്നതിന് വേണ്ടി അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും നേതാക്കന്മാർ ഇറങ്ങി കഴിഞ്ഞു.
ഈ ജാഥ തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോൾ ഗവൺമെന്റിന് മനസ്സിലായി നമുക്ക് കിട്ടുന്ന പിന്തുണ എത്രയാണെന്ന്, സിവിൽ സർവീസിന് കിട്ടുന്ന പിന്തുണ എത്രയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ നിയമസഭാ സമ്മേളനത്തിൽ കെ ബാലഗോപാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചത്. ആ പിൻവലിച്ച പങ്കാളിത്ത പെൻഷൻ വീണ്ടും നോട്ടീസിൽ വെച്ചാൽ ആരാണ് തരേണ്ടത്? അപ്പോ നോട്ടീസിൽ വയ്ക്കും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നോട്ടീസിൽ വയ്ക്കുന്നവർക്ക് ജോയിന്റ് കൗൺസിലിന്റെ സമരം വിജയിച്ചില്ല എന്ന് കാണിക്കുവാൻ വേണ്ടി മാത്രം വയ്ക്കുന്നതാണ് പങ്കാളിത്ത പെൻഷൻ അക്ഷരാർത്ഥത്തിൽ പിൻവലിച്ചു എന്ന് നിയമസഭയിൽ ആധികാരികമായി ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ അപ്പോൾ വീണ്ടും സംശയം തോന്നാം, എന്തുകൊണ്ട് പിന്നെ 1-ാം തീയതി വീണ്ടും പണം ചോദിക്കുന്നു? 1-ാം തീയതി സഖാവേ എന്തിനാണ് എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നത്? ആ ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മൾ ഈ 1-ാം തീയതി ഗവൺമെന്റിനോട് ചോദിച്ചത്. നിങ്ങൾ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചുവെങ്കിൽ അക്ഷയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. ആ പദ്ധതി എന്താണ്? ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. പദ്ധതി എന്താവണം? സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ ഉൾപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും നടക്കുന്ന ഒരു പദ്ധതിയായി ആ പദ്ധതി മാറണം എന്ന് നമ്മൾ കൃത്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളാകാം, അത് എങ്ങനെയാണ് എന്നാകാം. അതാണ് ഞങ്ങളുമായി ബന്ധപ്പെട്ട് ആ പദ്ധതിയിൽ കൂടുതലുണ്ടെങ്കിൽ സഹോദരിയും സഹോദരേഷോട് പറഞ്ഞത് ഞാൻ കൂടുതൽ സംഘടന റിപ്പോർട്ടിലേക്ക് എടുത്ത് പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജോയിന്റ് കൗൺസിൽ ഞാൻ മറ്റൊന്നും പറയാതെ പോകുന്നത് ഒരു അവതരണമാണ്. പക്ഷെ പോകുന്ന സഹം ഉള്ളതുകൊണ്ട് കൂടുതൽ പറയാതെ അവസാനിപ്പിക്കാൻ പോകുന്നു. ഈ ധാരാളം വിഷയങ്ങൾ നമ്മുടെ ഇനിയുണ്ട്. ഞാൻ പറയാൻ ജീവാനന്ദത്തിനെ സംബന്ധിച്ച് നമ്മുടെ വീട്ടിൽ പറയും. ജീവാനന്ദ പദ്ധതി പ്രഖ്യാപിച്ചു അതിനെങ്ങനെ നമ്മൾ അതിനെങ്ങനെ നമ്മുടെ നാട്ടിൽ രക്ഷപ്പെടാൻ കഴിയുന്നുള്ളൂ നമ്മൾ ഇടപെടുന്നതിനെ സംബന്ധിച്ച് ഈ ഇതൊക്കെ ഉണ്ടെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് നമുക്ക് വല്ലാത്ത വിഷമുണ്ടാക്കിയ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അത് നമ്മളെല്ലാം ആശ്രയിക്കുന്ന പ്രസ്ഥാനത്തിന് ഒരു സീറ്റായി രാഷ്ട്രീയം പറയാതെ പോകുന്ന സീറ്റ് അറിയാം. ഞാൻ ഇടയ്ക്കിടെ പറഞ്ഞു, ഞാൻ ഈ മിനിന്റെ നാട്ടിൽ ഇടുക്കി ചെന്ന ദിവസം പ്രസംഗിച്ചു കഴിഞ്ഞ് 1.5 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള പ്രസംഗം കേൾക്കാൻ വേണ്ടി സദസ്സിൽ പോയിരുന്നു. സദസ്സിൽ പോയിരുന്നപ്പോൾ എൻ്റെ അടുത്തൊരു നമ്മുടെ സഹപ്രവർത്തകൻ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ജില്ലയിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ ഇന്നത്തെ പ്രസംഗം നന്നായിരുന്നു. അപ്പൊ ഞാൻ കേട്ടു ഇന്നത്തെ പ്രസംഗം നന്നായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ വീണ്ടും അയാൾ പറയാണ്, സാറിന് രാഷ്ട്രീയം പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, രാഷ്ട്രീയം പറയാതെ ഞാൻ 1.25 മണിക്കൂർ പ്രസംഗിച്ചാൽ ഞാൻ ഒന്നുമല്ല. എനിക്ക് വല്ലാതെ പുള്ളി പോയി, വല്ലാതെ ലജ്ജ തോന്നി. മറ്റൊന്നുമല്ല, രാഷ്ട്രീയം പറയാതെ നിൽക്കാൻ കഴിയുന്ന സുഹൃത്തുക്കളെ, രാഷ്ട്രീയം പറയാത്തടത്താണ് നമ്മൾ അപകടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം പറയാത്തടത്താണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇങ്ങനെ വെക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഒരു അല്പസമയം 5 മിനിറ്റ് എടുത്തോടെ ഞാൻ അവസാനിപ്പിക്കുക. നമ്മുടെ ഇന്നത്തെ സീസൺ നമുക്ക് വലിയ സന്തോഷമുള്ളതും ദുഃഖമുള്ളതുമായ 2-3 സംഗതികളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായത്. കഴിഞ്ഞ എത്രയോ കാലങ്ങളായി 2014 മുതൽ 2019 നമ്മൾ ആഗ്രഹിച്ചു ഈ ഭരണം, ഈ സംഘപരിവാർ ഭരണം നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാകില്ല. മറ്റൊന്നും കൊണ്ടല്ല, ആ ഭരണത്തിന്റെ അപകടങ്ങളെ സംബന്ധിച്ച് ചരിത്രം പറയുന്ന മറ്റു ചില ഏടുകൾ നമ്മുടെ മുന്നിലുള്ളതുകൊണ്ട്, അത് ജർമ്മനിയിലെ ഏടായിരുന്നാലും ഇറ്റലിയിലെ ഏടായിരുന്നാലും മറ്റ് തുർക്കിയിലെയും അതിന് മുമ്പ് കുരിശുയുദ്ധ കാലത്തെയും അതിന് മുമ്പ് ഇപ്പോൾ കാണുന്ന ഗാസയിലും ഇസ്രയേലിലും ഉൾപ്പെടുന്ന മതമേലധികാരികൾ മതപരമായ ഭരണകർത്താക്കൾ നടത്തുന്ന അല്ലെങ്കിൽ അമിതമായ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നവർ നടത്തുന്ന ഭരണകൂടങ്ങൾ നടത്തുന്ന ചെയ്തികളെ സംബന്ധിച്ച് മനുഷ്യരെ തുല്യരായി കാണാത്തത് മതത്തിന്റെ അടിസ്ഥാനത്തിലും ജാതിയുടെ അടിസ്ഥാനത്തിലും വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലും വംശത്തിന്റെ അടിസ്ഥാനത്തിലും മാത്രം ഭരണനിർവഹണം നടത്തുന്ന ഒരു ഭരണകൂടം ഇന്ത്യയെ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് എത്രമാത്രം അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളെല്ലാം ആ ഭരണത്തിന് നഖശിഖാന്തം പറ്റാവുന്ന ഇടങ്ങളിലൊക്കെ തന്നെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോയി. പക്ഷേ 2019 വീണ്ടും അധികാരത്തിൽ വന്നു. പുൽവാമയിൽ 41 യുവാക്കളെ വെടിവെച്ചു. അബദ്ധത്തിൽ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്ലാനിങ് എന്ന് പറഞ്ഞു, എന്താണ് 41 യുവാക്കളെ ആ ശവശരീരത്തിൽ കയറി നിന്നുകൊണ്ട് അവർ വീണ്ടും അധികാരം പിടിച്ചെടുത്തു, അധികാരത്തിൽ വന്നു. 2019 മുമ്പ് ഉത്തർപ്രദേശിൽ 18-ാണെന്ന് തോന്നുന്നു, ഉത്തർപ്രദേശിൽ കൈരാന എന്നൊരു ഉപതെരഞ്ഞെടുപ്പ്. കൈരാന ഇപ്പോ ഈ ഫൈസലാബാദ് എന്ന് പറഞ്ഞതിന്റെ തൊട്ടടുത്തുള്ള ഒരു മണ്ഡലമാണ് കൈരാന. ഇപ്പോൾ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. കൈരാനയിൽ 2014 മോദി അധികാരത്തിൽ വന്നപ്പോൾ BJP ജയിച്ചു, 1.5 ലക്ഷം വോട്ടിൽ ജയിച്ചു. 2017 അവിടെ ഉത്തർപ്രദേശിലെ ഇലക്ഷനോടുകൂടി അവിടുത്തെ MP രാജിവെച്ച് മന്ത്രിയായപ്പോൾ അവിടെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഉപതെരഞ്ഞെടുപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ഉപതെരഞ്ഞെടുത്ത് അന്നും തർക്കങ്ങളുണ്ടെങ്കിലും പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി തീരുമാനിച്ചു BJPക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി മത്സരിക്കും. BSP മത്സരിക്കുന്നില്ല, SPയും കോൺഗ്രസും ബാക്കിയുള്ള പാർട്ടികളെല്ലാം കൂടി മത്സരിക്കും. നമ്മൾ മുദ്രാവാക്യം മാറ്റുന്നു, ഹേ റാമല്ല ഹേ റൊട്ടിയാണ് വരുന്നത് എന്ന് പ്രഖ്യാപിക്കും എന്നായിരുന്നു മുദ്രാവാക്യം. കൈരാനിൽ നടന്ന SP സ്ഥാനാർത്ഥി 50,000 വോട്ടിൽ ജയിച്ചു.
ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു മാറ്റം. നമ്മളെല്ലാം വലിയ ആഹ്ലാദത്തോടുകൂടി പറഞ്ഞതാണ് കൈരാണിയുടെ ഉപതെരഞ്ഞെടുപ്പ്. എന്നുവെച്ചാൽ അത്രയും വോട്ട് ഷിഫ്റ്റിംഗ് 1.5 ലക്ഷത്തിൽ നിന്ന് 50,000-ലേക്ക് മാറി, 50,000 കൊണ്ട് 2 ലക്ഷത്തിൽ വോട്ട് മാറി BJP പരാജയപ്പെട്ടു. 2019 നമ്മളെല്ലാം ആഗ്രഹിച്ചത് രാജ്യം മൊത്തം കേറാൻ പറയില്ല, കേറൊട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു. പക്ഷേ അതിനേക്കാളും തീവ്രമായ പ്രതിപക്ഷ ആശയങ്ങളുമായി ആ ഭരണകൂടം വീണ്ടും അധികാരത്തിൽ വന്നു. 2024 പടിയിറങ്ങി പോകുന്നതിന് തൊട്ടിപ്പോൾ പടി രണ്ടാമത് വീണ്ടും കയറുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യം അനുഭവിച്ച എത്രയോ ദുരിതങ്ങൾ ഞാൻ പറഞ്ഞു പോയാൽ CA ഉൾപ്പെടെ നമുക്ക് പറഞ്ഞാൽ CA എന്തുകൊണ്ടാണ് CA എതിർക്കുന്നത് ധാരാളം കാരണങ്ങളുണ്ട്. നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരായതുകൊണ്ട് ധാരാളം കാരണങ്ങളുണ്ട്. ജമ്മു കാശ്മീർ ബന്ധപ്പെട്ട വിഷയം, രാജ്യത്തിന്റെ പല ഭാഗത്ത് നടന്ന കൊലപാതകങ്ങൾ നമ്മൾ കാണുന്നതാണ്. നമ്മൾ എഴുതിയിരുന്നു തമോദശകം എന്നൊരു ബുക്ക്, നമ്മളിറക്കി കഴിയുന്നതാണ് തമോദശകം എന്നുള്ള ബുക്ക്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ജോയിന്റ് കൗൺസിൽ പുറത്തിറക്കിയ ഒരു ലഘുലേഖയാണ് കഴിഞ്ഞ ദിവസം ഇറക്കിയത്. ആ ലഘുലേഖയിൽ നമ്മൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് നടന്ന കൊലപാതകങ്ങളുടെ കാലം വംശീയമായ നമ്മൾ ഒരു വാർത്തകൾ വെളിയിലില്ല. വാർത്തകൾ വെളിയിൽ വരാത്ത രീതിയിൽ നമ്മുടെ രാജ്യത്തിന്റെ മാധ്യമങ്ങളെ കയ്യും കാലും കെട്ടി വാമൂടി കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതൊരു ഭരണകാലം നമ്മൾ കഴിഞ്ഞുപോയി. നമ്മൾ തിരിച്ചൊരു പ്രതീക്ഷിച്ചു. അപ്പോഴാണ് പറഞ്ഞത് 400 സീറ്റുമായി ഞാൻ അധികാരത്തിൽ വരും. 400 സീറ്റുമായി അധികാരത്തിൽ വരുമെന്ന് മാത്രമല്ല, കന്യാകുമാരിയിൽ വന്ന് 4 വലിയ സൈനിക കപ്പലുകൾ നിറച്ച് 400-ൽ പരം 4000-ൽ പരം സൈനികരെ വിന്യസിച്ച് അതിനേക്കാളേറെ പോലീസുകാർ വിന്യസിച്ച് ധ്യാനം ചെയ്ത സമയത്താണ് 400 സൈന്യം പറഞ്ഞതിന് ശേഷം 400 സീറ്റിൽ എന്തുമാത്രം കപടതകൾ ഉണ്ടാക്കിയ ഒരു പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത്. ഒരു തിരിച്ചടി വന്നു, സീറ്റുകൾ എണ്ണം കുറഞ്ഞു. അവിടെ ഭരണം കിട്ടിയെങ്കിൽ തന്നെയും അങ്ങനെ രാജ്യത്തിന്റെ ഭരണഘടനയെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിലേക്ക് ആ ഭരണകൂടത്തിന് മാറ്റം ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? കേരളത്തിൽ ഒന്നിട്ട് പറയാം, ഇവിടെ സംഘപരിവാരം ജയിച്ചില്ലല്ലോ, ഇല്ല. ആ ചോദ്യത്തിന് കറക്റ്റാൻ സാധില്ല. പക്ഷേ അടിത്തട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഉത്തരേന്ത്യക്ക് ആസൂക്ഷിച്ച ഒരു ജനാധിപത്യ മര്യാദ ഉത്തരേന്ത്യൻ സമൂഹം സ്വീകരിച്ച മധ്യപ്രദേശും ബീഹാറും രാജസ്ഥാനും ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രമുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ ഒഴിച്ച് സ്വീകരിച്ച ഒരു ജനാധിപത്യ മര്യാദ നമ്മുടെ രാജ്യം ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് തിരിച്ചറിവ് അല്പമെങ്കിലും കുറഞ്ഞ ഒരിടമായി കേരളം മാറി എന്നുള്ള വിഷമമാണ്. തമിഴ്നാട്ടിലായിരുന്നു, കർണാടകയിൽ മുമ്പതിലേ ഉണ്ട്, അതിനെ തുടർന്നു ആന്ധ്രാപ്രദേശിൽ കുറച്ചുകൂടി വന്നു. കേരളം ആ വഴിയെ പോകുന്ന ഒരു കാലാവസ്ഥ നമ്മൾ കണ്ടാൽ അത് വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. ഇത് നമുക്കെന്തോ പറ്റി? അത് നമ്മുടെ ഇടയിൽ നോക്കണം. അറിയാം, ചിലപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തു, ജോയിന്റ് കൗൺസിലിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരായി പരിപാടിയിൽ 44,000 മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട പ്രവർത്തകരായി ഒരു ക്യാമ്പയിൻ വിളിച്ചാൽ നമ്മളോട് മുദ്രാവാക്യം വിളിക്കാൻ ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ് എന്ന് വിളിക്കാൻ 25,000 പേരുണ്ട്. ഉറപ്പാണ്, 25,000 പേർ എപ്പോഴും നമ്മുടെ ഉണ്ട്. അധികാരമായിട്ടില്ല, മുമ്പല്ല, ഒരു 4-5 കൊല്ലം ഈ ഭരണം ഉള്ളപ്പോഴുള്ളതൊന്നുമല്ല. ഭരണത്തിൽ നമ്മൾ നടത്തുന്ന ഭരണത്തോടൊപ്പം തന്നെ നമ്മുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചു നടത്തുന്ന നമ്മുടെ മുദ്രാവാക്യത്തിൽ ആകർഷകരായി നമ്മളോടൊപ്പം എന്തും ഉണ്ടാകുമെന്ന് പറയുന്ന കൊടി പിടിക്കാൻ തയ്യാറാണ് 25,000 പേരുണ്ട്. അതിൽ എത്ര പേര് വോട്ട് ചെയ്തു എന്നുള്ള വലിയ ചോദ്യം പല നിലകളിൽ നമ്മളോട് വരാറുണ്ട്. നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാവാറുണ്ട്, നമ്മൾ പറയുന്ന രാഷ്ട്രീയം എന്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞ ശമ്പളത്തിനും വേതനത്തിനും ഉള്ള രാഷ്ട്രീയമാകുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇരിക്കുന്ന ഇടം ഭാവി തലമുറയ്ക്ക് വേണ്ടി കാത്തിരക്ഷിക്കാനുള്ള ഒരു ഇടപെടൽ കൂടിയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് നിയമനങ്ങളെ സംബന്ധിച്ചും ആനുകൂല്യങ്ങളെ സംബന്ധിച്ചും ആരോഗ്യ സംവിധാനങ്ങളെ സംബന്ധിച്ചും മറ്റിടങ്ങളിൽ നടക്കുന്ന ആരോഗ്യ സംവിധാനത്തിന്റെ വ്യത്യാസത്തെ സംബന്ധിച്ച് നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് ഞാൻ കൂടുതൽ പറയാതെ തന്നെ നിങ്ങളുടെ ചിന്തയ്ക്ക് ഇത്തരം